അപ്പൊ അങ്ങനെ ഇതാ മഹ്ബൂലയുടെ കാഴ്ചകൾ പകർത്താൻ വേണ്ടി നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ കൂടെ ഇതാ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് റിച്ചു നമ്മളെ കൂടെ കൂടുന്നത്. റിച്ചു കുറെ ആള് ചോദിച്ചു നമ്മള് രണ്ടാള് തെറ്റിയെന്നൊക്കെ ചോദിച്ചിരുന്നു. സമയം കിട്ടണ്ടല്ലേ? സത്യം. പിന്നെ മഹ്ബൂലയെ കുറിച്ചിട്ട് പറയുമ്പോ എന്താണ് ഇതിന്റെ ഒരു കാഴ്ചപ്പാട്? നമ്മളെ മെയിൻ സ്ഥലമല്ലേ മഹബൂല, നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. മഹ്ബൂലക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും കൂടുതൽ കമ്പനി അക്കോമഡേഷനുള്ള ഈ ഭാഗത്തല്ലേ മഹ്ബൂല അല്ലേ? അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൊയ്ത്തിൽ ബാച്ചിലേഴ്സ് താമസിക്കുന്നതും തിങ്ങിപ്പാർക്കുന്നതും മഹ്ബൂല. ഏറ്റവും കൂടുതൽ റൂം റെന്റ് കുറവുള്ളത്, അതായത് ഒരു ഇടത്തലക്കാരന് ഫാമിലി ആയിട്ട് കൊണ്ടുവന്ന് നിൽക്കണമെങ്കിലും അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് മഹ്ബൂല. മഹ്ബൂലക്ക് രണ്ട് തരം മുഖമുണ്ട്. ഫുൾ റിച്ചും ഉണ്ട്, ഫുൾ താഴ്ന്ന ലെവലും ഉണ്ട്. രണ്ടും കൂടിയുള്ള ഒരു സ്ഥലമാണ് മഹ്ബൂല. സീസൈഡ് എന്നൊക്കെ പറഞ്ഞാല് ഫുൾ റിച്ച് സ്ഥലമാണ്. നല്ല എക്സ്പെൻസ് ആണ്. അപ്പാർട്ട്മെന്റ് ഒക്കെ നല്ല എക്സ്പെൻസ് ആണ്. കാണാനും നല്ല ബ്യൂട്ടിഫുൾ ആണ്. ബീച്ച് ഏരിയ ആണ്. അപ്പാർട്ട്മെന്റ്, എല്ലാ തരത്തിലുള്ള അപ്പാർട്ട്മെന്റുകളും ഭയങ്കര എക്സ്പെൻസ് ആണ്. ഉള്ളോട്ടേക്ക് പോവാണെങ്കിൽ വളരെ ചീപ്പാണ്. അങ്ങനെ നമ്മുടെ മഹ്ബൂലിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ സ്റ്റാർട്ട് ചെയ്യുന്ന സീസൈഡിൽ നിന്നാണ്. സീസൈഡ് വലത് സൈഡിൽ ബ്ലോക്ക്. ഇത് ബ്ലോക്ക് എത്രയാണ്? ബ്ലോക്ക് 2. ഫസ്റ്റ് തന്നെ ഔത്താദ് ബിൽഡിംഗ്. വലത് സൈഡില് ബ്ലോക്ക് 3, ഇടത് സൈഡില് ബ്ലോക്ക് 1. ഒരുപാട് മലയാളികളും മഹ്ബൂലയിൽ താമസിക്കുന്നുണ്ടല്ലേ? ഒരുപാട്. എല്ലാ നാട്ടുകാരും നേപ്പാളികൾ. ഇപ്പൊ കൂടുതൽ നേപ്പാളികൾ. നമ്മള് ഈ റൈറ്റ് ഒന്ന് പോകുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും. അത് മന്ദക്കിന്റെ ഉള്ളിലേക്ക് കയറുന്നു. അതിലേക്കൂടെ അപ്പുറത്ത് ഇറങ്ങാം. ബ്ലോക്ക് 3. കാരണം ഒത്തിരി ആൾക്കാരുടെ താമസിക്കുന്നുണ്ട്. ബ്ലോക്ക് 3. ഇത് ബ്ലോക്ക് 3 ആയി. ഇപ്പൊ ഏറ്റവും കൂടുതൽ കമ്പനി അക്കോമഡേഷൻ ഉള്ളതെന്ന് പറയാൻ വേണ്ടി കാരണം ഇത് തന്നെയാണ്. അതായത് എന്താ പറയാ, തിങ്ങി നിറഞ്ഞ് ബിൽഡിംഗ് ആണ്. എവിടെ നോക്കിയെങ്കിലും ബിൽഡിംഗ് തന്നെയാണ് മഹ്ബൂലയില്. പണ്ടൊക്കെ നീയൊക്കെ കുവൈത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ഇത്ര ബിൽഡിംഗ് ഉണ്ടായിരുന്ന? ഇവിടെയൊക്കെ കാലി സ്ഥലമായിരുന്നു അല്ലേ? ഈ റോഡില്ലേ നമ്മുടെ ഈ ഫ്രണ്ടിൽ, ഇപ്പൊ നമ്മൾ ബ്ലോക്ക് 1 തിരിച്ചേ ഈ റോഡില്ലായിരുന്നു. പിന്നെ വന്നപ്പം വെറും ജസ്റ്റ് ആ റോഡ് മാത്രമായിരുന്നു. പിന്നെ ഒരു ഡൗട്ട്, മറ്റുള്ള GCC രാജ്യങ്ങളിൽ നിന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് സംശയം ചോദിക്കുന്നത്, അതുപോലെ തന്നെ മറ്റുള്ള GCC രാജ്യങ്ങളൊക്കെ ഈ കമ്പനിക്കുള്ള വണ്ടികൾ ടാറ്റാന്റെ ഇതുപോലെ തന്നെയാണോ? അതിലൂടെ അങ്ങോട്ട് പുറത്ത് ചെയ്യാം. മഹ്ബൂലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എനക്കൊരു പോരായ്മയായിട്ട് ഇവിടെ തോന്നിയെന്ത് അറിയോ? ATM ഇല്ല, കുറവാ. അത് കുറച്ച് സ്റ്റാൻഡേർഡ് ബിൽഡിംഗിൽ മാത്രമേ. ചില സ്ഥലത്ത് സീസൈഡ് 1-2 സ്ഥലത്ത് ATM ഉണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ATM കുറവാണ്. പിന്നെ ഒരു കാര്യം മഹ്ബൂലിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചെങ്കിൽ പാർക്കിംഗ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ മഹ്ബൂലയിൽ മറ്റുള്ള സ്ഥലം സംബന്ധിച്ച് ഹോസ്പിറ്റലൊക്കെ കുറവല്ലേ? ഇവിടെയുള്ള ഹോസ്പിറ്റൽ ഉണ്ട്. ആലി ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ സലാം ഹോസ്പിറ്റൽ ഉണ്ട്. എന്നാലും നമുക്ക് മറ്റുള്ള നമ്മള് സിറ്റി ഈ പാർക്കിംഗ് ഉണ്ടോ? ഈ വണ്ടികളൊക്കെ ഇതൊക്കെ കുവൈറ്റികളെ വണ്ടികളാണ്. ഇത് ഫുള്ള് ആ ഫ്രണ്ട് കാണുന്ന ഓക്സിജൻ ജിമ്മില്ലേ, ഈ ജിമ്മിലേക്ക് വന്ന കുവൈറ്റികളെ പാർക്കിംഗ് ആണ്. ഭയങ്കര സ്റ്റാൻഡേർഡ് ജിമ്മാണ്. ഓക്സിജൻ കുവൈത്തിൽ പല സ്ഥലത്തുണ്ടല്ലേ? മഹ്ബൂലയിൽ തിരക്കാണെങ്കിലും റോഡ് കുറച്ച് എന്താ പറയാ
വീതിന്റെ അല്ല, ഈ റോഡ് കുറച്ച് ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. അതായത് അത്ര ആയിട്ട് റഷ് ആക്കിയിട്ടുണ്ടാവില്ല. അതേ സ്ഥാനത്ത് ഞാൻ കണ്ടത് ഫർവാനിയിലൊക്കെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അപ്പൊ നമ്മള് 3 ഇപ്പോ തിരിച്ചു വന്നിട്ടായിട്ട് ബ്ലോക്ക് 2 വീണ്ടും കേറുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മർമയുടെ ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ് അല്ലേ? ഈ ബിൽഡിംഗ് അതിന്റെ സൈഡ് വ്യൂ ആണ്. മഹബൂലിൽ ഈ ബ്ലോക്ക് 3 ഈ ഒരു കാലി സ്ഥലമേ ഉള്ളൂ അല്ലേ ഇനി ബിൽഡിംഗ് ഒക്കെ വരാന്? ബാക്കി ഒട്ടുമിക്ക സ്ഥലത്തും ഇതായല്ലോ. നമ്മള് നേരെ പോയിട്ട് ആലിയാന്റെ മുമ്പിൽ കൂടി ആ റോഡിൽ പോന്നല്ലേ? അതാണ് ബ്ലോക്ക് 2, 1 വേർതിരിക്കുന്ന മെയിൻ റോഡ് മുമ്പില് വരുന്നുള്ളത്. ഇതിപ്പോ 1, 2, 3 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ ബ്ലോക്കാണ് 1. ബ്ലോക്ക് 1 അല്ല? ബ്ലോക്ക് 1 ആണ് ഏറ്റവും. നമ്മളിപ്പോ പോവാൻ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ബ്ലോക്ക് 1 ഉണ്ട്. ഇതാണ് ആലിയ ഹോസ്പിറ്റൽ, മഹബൂലിൽ ഒരു അറിയപ്പെടുന്ന ഹോസ്പിറ്റലാണ്. ഇപ്പൊ നമ്മള് ബ്ലോക്ക് 1ന്റെയും 2ന്റെയും നടുക്കെ കൂടി പോകുന്നുള്ളത്. അതായത് നാട്ടിലുണ്ട ആൾക്കാരും അതുപോലെ തന്നെ മറ്റുള്ള GCC രാജ്യങ്ങളില് ഉള്ള ആൾക്കാരൊക്കെ, ഒരുപാട് ആൾക്കാർ യൂറോപ്പിലൊക്കെ പോയിട്ടില്ലേ, അവർക്കൊക്കെ ഇത് കാണുമ്പോ ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ആയിരിക്കും. അവര് ജോലി ചെയ്ത സ്ഥലങ്ങള്, ഇതൊരു സ്റ്റാൻഡേർഡ് ബിൽഡിംഗ് ആണ്. ഈ കാണുന്ന ബിൽഡിംഗ് അല്ലേ? പനോരമ ബിൽഡിംഗ്. പിന്നെ അതുപോലെ തന്നെ മഹബൂലില് മലബാർ ഗോൾഡ് ഉണ്ടല്ലോ. മലബാർ ഗോൾഡ് ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. മലബാർ ഗോൾഡ് അടുത്ത സൈഡിൽ ഫാമിലി കോർട്ടിന്റെ ഇതാണ് ഫുള്ള് ഫാമിലി കോർട്ട്. ഈ ബിൽഡിംഗ് മൊത്തം ഫാമിലി കോർട്ട്, ABCDE ഫാമിലി കോർട്ടും. പിന്നെ വേറെ മിനിസ്റ്ററിന്റെ തോന്നുന്നു 2 ഇതുണ്ട്, ഫോറിൻ അഫയേഴ്സ് അതുണ്ട് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു ഖറൂഫ് മത്താമ്, നല്ല മജ്ബൂസ് കിട്ടുന്ന സ്ഥലം, അറബിക്കാണ്. ഈ കാണുന്ന റെസ്റ്റോറന്റ്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മളെ വലത് സൈഡിൽ ബ്ലോക്ക് 1ഉം ഇടത് സൈഡിൽ ബ്ലോക്ക് 2ഉം ആയി. നമ്മ റൈറ്റിലേക്ക് കൂടി പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു റോഡ് എന്ന് വെച്ചെങ്കിൽ ഇതിന്റെ ഉള്ളിലൊരു പാരൽ റോഡായിട്ടുണ്ട്. ഒരുപാട് കമ്പനി അക്കോമഡേഷൻ അവിടെയുണ്ട്. KRHന്റെ ഒക്കെ ആ റോഡിൽ കിട്ടുന്നുണ്ടല്ലേ? അപ്പൊ ഇന്നലെ പോസ്റ്റ് ഇട്ടിട്ട് ഇതാ നമ്മുടെ കണ്ണൂർക്കാരനാണ്, നമ്മുടെ അടുത്താണ്. വീഡിയോ ഒക്കെ കാണാറുണ്ട്. നല്ല ഒരു ഇൻഫർമേഷൻ, നല്ലൊരു ഗുഡ് ഇൻഫർമേഷൻ നമുക്ക്. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ഒരു പ്രകാശ് എന്നാണ്. ഞാൻ മേഖലയിലാണ് താമസം. KNBC ബെഡ്റൂമിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ സവാരി കുവൈത്തിൻ്റെ പേജൊക്കെ ഫോളോ ചെയ്യാറുണ്ട്, എല്ലാ വീഡിയോസും കാണാറുണ്ട്. സിറ്റി ക്ലിനിക്ക്. വിളിച്ചോ? അങ്ങനെ മാഗോലിന്റെ വീഡിയോ കഴിഞ്ഞില്ലേ? ഫുള്ളായില്ലേ? അപ്പൊ എന്നെ എവിടെ പോകുന്നത്? നമുക്കൊരു ചായ കുടിക്കാം. ചായ നല്ല എന്താ പറയാ, നല്ല ഫ്രഷ് പാലിലുള്ള നല്ല ദമ്മ് ചായ കുടിക്കാമല്ലോ പറ്റും. യെസ്. എവിടെ പോകുന്നത്?
കട പറയരുത്. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ മഹബൂലിന്റെ വീഡിയോ ഇവിടത്തേക്ക് നിർത്തുന്നു. അപ്പൊ ഇനി നമുക്ക് നല്ലൊരു സ്ഥലമായിട്ട് വീണ്ടും കാണാം.